ആദരണീയരായ നല്ലവരായ സഹോദരന്മാരെ ചരിത്രപ്രസിദ്ധമായ കോഴിക്കോട് കടപ്പുറത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ന് ഒരു ചരിത്ര പോരാട്ടം കൂടി നടത്തുകയാണ്. വഖഫ് സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടി നടത്തുന്ന പോരാട്ടം രാജ്യത്തിൻ്റെ പാർലമെന്റിനകത്തും പുറത്തും ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണ്. ഇന്ന് കോഴിക്കോട് കടപ്പുറത്ത് പതിനായിരങ്ങൾ ഒത്തുകൂടിയ ഈ മഹാറാലി നടക്കുമ്പോൾ രാജ്യത്തിൻ്റെ നീതിന്യായ കോടതിയിലും മുസ്ലിം ലീഗ് അതിൻ്റെ ദൗത്യം നിർവഹിക്കുകയാണ്. രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന് മുമ്പിൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ ശക്തമായ വാദമുഖം തീർത്തുകൊണ്ട് ജനാധിപത്യപരമായ രീതിയിലുള്ള പോരാട്ടം നാം തുടരുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വഖഫിന്റെ പേരിൽ നടക്കുന്ന സമരങ്ങൾ അത് കോഴിക്കോടാണെങ്കിലും രാജ്യത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഒരു സമൂഹം വൈകാരികമായി അത് ഏറ്റെടുക്കുകയാണ്. കാരണം വഖഫ് സ്വത്തുക്കൾ എന്ന് പറയുന്നത് ദൈവിക മാർഗത്തിലുള്ള അവരുടെ ദാനമാണ്. ആ ദൈവിക മാർഗത്തിലുള്ള ദാനം ഒരിക്കലും ദൈവിക മാർഗത്തിലല്ലാതെ വിനിയോഗിക്കപ്പെടാൻ പാടില്ല എന്ന് നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് രാജ്യം എന്നും ആ നന്മ കാത്തു സൂക്ഷിച്ചത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് മുസ്ലിം രാജാക്കന്മാർ നീണ്ട കാലം ഈ രാജ്യം ഭരിച്ചത് കാണാൻ കഴിയും. അവരാരും രാജ്യത്തിന്മേൽ അവർക്കുള്ള അധീശാധിപത്യം ഉപയോഗപ്പെടുത്തി രാജ്യത്ത് ഒരുപക്ഷെ ഒരുപാട് വഖഫ് സ്വത്തുക്കൾ അവർക്ക് സമ്പാദിക്കാമായിരുന്നു. അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളുടെ ധർമ്മസ്ഥാപനങ്ങളുടെ സ്വത്തുക്കൾ അവർക്ക് നശിപ്പിക്കാമായിരുന്നു. പക്ഷെ ഇതൊന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, നൂറ്റാണ്ടുകളുടെ ഭരണം പൂർത്തിയാകുമ്പോഴും ഈ രാജ്യത്തെ മതധർമ്മ സ്ഥാപനങ്ങളുടെ സ്വത്തുക്കൾ അതിന്റെ തനിമയോടുകൂടി കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് രാജ്യത്ത് ബ്രിട്ടീഷുകാർ അധികാരത്തിൽ വന്നപ്പോഴും ആ ബ്രിട്ടീഷ് ഭരണകൂടവും ഏറ്റെടുത്ത ദൗത്യം എന്നത്